നമ്മളിപ്പോൾ വന്നത് ശിവാജി നഗർ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കട ക്ലോസിങ് ടൈമാണ്. കമ്മൽ ജിസു. അപ്പോൾ ആദ്യം തന്നെ കമ്മൽ വെച്ച് തുടങ്ങാമെന്ന് വെച്ചു. നമ്മൾ പോകുന്ന സമയത്ത് ഇത് കണ്ടതാണ്. അടിപൊളി കുറേ കളക്ഷൻസ്, അതും 10 രൂപയുള്ളൂ. പിന്നെ അതേപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ളതിന് 20 രൂപ. അങ്ങനെ നോക്കിയപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണെങ്കിൽ തൊട്ടതിനൊക്കെ നല്ല റേറ്റ്. ഇവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. കുറേ സ്റ്റഡ് പോലത്തെ ഒക്കെ 10 രൂപയുള്ളൂ. അങ്ങനെ കുറേ എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കുറേ സ്റ്റോൺ ടൈപ്പൊക്കെ സ്റ്റഡിന് ആകെ 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് കൺഫ്യൂസ് അടിച്ചു, എന്ത് വാങ്ങണം. കുറേ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ടൈം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സെലക്ട് ചെയ്തിട്ട് വാങ്ങുമായിരുന്നു. കാര്യം മറ്റേ ഷോപ്പൊക്കെ അടക്കുന്നൊരു ടെൻഷനിലാണ് ഇവിടെ നിന്നത്. അവസാനം ഒരു 50 രൂപയ്ക്ക് ഞങ്ങളൊരു 5 എടുത്തു. പിന്നെ ഈ റേറ്റിൽ ബാർഗെയിൻ ചെയ്യാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നമുക്ക് അറിയാമല്ലോ, അത്രയും ചീപ്പായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഈ റേറ്റിൽ എന്ത് ബാർഗെയിൻ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാനും ജീനും കുറച്ച് എടുത്തു. ജീനയുടെ ഉമ്മൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഉമ്മ സ്റ്റോൺ ടൈപ്പൊക്കെയാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. ഞങ്ങൾക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. ഇത് കണ്ടപ്പോൾ ശരിക്കും ശിവാജി നഗർ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ നിങ്ങൾ വരുമ്പോൾ. അവിടെ മടച്ചു മോനെ കൊടുത്തു പൈസ കൊടുത്തു പോയാ നിങ്ങളെ കമ്മൽപ്പിട്ടി ഓക്കെ. ലാസ്റ്റ് ടൈമാണ് ഈ സ്ഥലം നമുക്ക് അറിയാൻ പറ്റും. അതെ, ഇവിടെ ഒരു ഷോപ്പ് നമ്മൾ വരുന്ന സമയത്ത് ലേറ്റായി പോയി. ഇന്നലെ 9:30 ആയി ഇന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കട്ടെ പോയിട്ട്. എനിക്ക് നാളത്തേക്കൊരു ടോപ്പ് വേണം, അത് നോക്കാൻ വേണ്ടിയാണ് പോകുന്നിപ്പോൾ. അതൊക്കെ കിട്ടാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല, എങ്കിലും പോയി നോക്കാം. ഇവിടെയാ ഈ ഇവിടെ. ഓ മൈ ഗോഡ്, റേറ്റ് ഫിക്സഡ് പ്രൈസ് 40. ജൂഡിയോ ടൈപ്പ് റഷി ലസി അടിക്കോണ്ട. ഏയ് അടിപൊളി. കുറെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തിരഞ്ഞെടുക്കാൻ വലിയ ഒരു ഇതില്ലാത്ത കിട്ടാത്ത ടൈപ്പാ. പിന്നെ എൻ്റെ സൈസിന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. നിനക്ക് കിട്ടിയാ? ഞാൻ എനിക്ക് ലേഡീസ് മുമ്പേ കുഞ്ഞ് എവിടെ? മോളില് പോയി കഴിഞ്ഞാൽ എന്റെ ടൈപ്പിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഡീസ് ടൈപ്പ് ഉണ്ട്. അപ്പൊ നന്ദി ഹിൽസിലേക്കുള്ളത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം.
പിന്നെ ഇവിടെ വന്നപ്പോൾ യാ മോനെ വേറെ ലെവലായിരുന്നു. കുറേ ഡ്രസ്സ്, കുറേ ഹുഡീസ് ടൈപ്പ് വിൻ്റർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ ഒരുപാട് പേര് വന്ന് ഇളക്ക് മറിച്ചിട്ട് പോയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ ക്ഷമ വേണം. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി. പിന്നെ ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച് വരില്ല കേട്ടോ. കാര്യം നമ്മുടെ റേറ്റ് 100 രൂപ, 200 രൂപ, 300 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും റേറ്റ് അനുസരിച്ചുള്ള ക്വാളിറ്റിയൊക്കെ ഉള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ഫോട്ടോഷൂട്ടിന് കുറച്ച് ഡ്രസ്സ് കാണണം, അതിനും അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഷോപ്പിലേക്ക് വന്നത്. കാര്യം നമ്മൾ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊന്നും വീണ്ടും ഇടില്ലല്ലോ. അപ്പോൾ എന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അത് എന്താ യൂസ് ആൻഡ് ത്രോ ആ ഒരു പർപ്പസിന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൊള്ളാം, കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വരുന്നവരെന്തായാലും കുറച്ച് ടൈം നേരത്തെ വരണം. ഞങ്ങളിപ്പോൾ വന്ന് എത്തുമ്പോഴത്തേക്ക് തന്നെ ലേറ്റായി, അതുകൊണ്ട് തന്നെ അധികം ഒന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ ഒന്നുമല്ല ശിവാജി നഗർ. സേവ് ചെയ്ത് വെക്കണമെങ്കിൽ പിന്നെ പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഈ ഹോം വിയർ ആയിട്ടുള്ള ടീഷർട്ട്സൊക്കെ അതിന് 100 രൂപയുള്ളൂ ഒരു ടീഷർട്ടിനൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ വലിയ ഡിഫക്ട്സ് ഒന്നും കാണുന്നില്ല കേട്ടോ. എന്തെങ്കിലും നൂലിളക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്ട്സ്. അപ്പോൾ അത് ഇങ്ങനെ തിരഞ്ഞെടുക്കുവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഇത് എടുക്കണം. കാര്യം താഴെയൊക്കെ ആയിരിക്കും നല്ല പീസൊക്കെ ഉള്ളത്. പിന്നെ ടൈം നമ്മുടെ കയ്യിലില്ല. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 10 മണിക്കായി. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, നൈറ്റ് ഫുഡ് എക്സ്പ്ലോറിങ്. അതുകൊണ്ട് ഒരു ഹറിബറിയായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ശിവാജി നഗർ. എന്തായാലും നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ഇതിന് സേവ് ചെയ്ത് വെച്ചോ. ഈ സ്ഥലം അടിപൊളിയാണ്. കാര്യം നമുക്കിഷ്ടപ്പെടുന്ന കുറേ പീസ് ക്ലോത്ത് ഉണ്ട് ഇവിടെ. ഇതിന്റെ കൂടെ ഏത് കളർ ജീൻസ് മാച്ചോ? ബ്ലാക്ക് അല്ലേ?
എല്ലാരും ഇങ്ങനെ അടിച്ചിടായാലിതി എല്ലാരും അങ്ങനെ അടിച്ചാലിതി ഇതെല്ലാം 100 ഇല്ലേ? 100 ഭയ്യാ ജീന അടിപൊളി അടിപൊളി. വൈറ്റ് പാന്റ് ഇത് കൊണ്ടായി നിങ്ങൾക്ക് കണക്കാക്കിയത് ഇത് ഹരം ഉണ്ടാഞ്ഞ പക്ഷെ കറവുണ്ട് ഇല്ലേ? ഈ ഫ്രണ്ടിലെല്ലാം ഇല്ലേ? ഞാൻ കണ്ടതൊന്നും ഇവിടെ എല്ലാം ഉണ്ട്. കണ്ടില്ല നിങ്ങളെ ജീനക്ക് വേറെ വേണങ്ങ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ. ആ താഴെ നമ്മുടെ എണ്ണയ്ക്ക് മറിഞ്ഞൊക്കെയാണ് എടുക്കുന്നത്. ബ്ലാക്ക് ഇതുകൊണ്ട് ഇനി തിരിയെടുക്കാൻ നോക്കിട്ടോ. അവിടെ അവിടെ പുളി ബ്ലാക്ക് ഇട്ടാ ലസ്സി കുടിക്കാൻ വേണ്ടി നമ്മളൊരു ലസ്സി കുടിക്കാന്ന് വെച്ചു. 3 ഹുഡീസ് ടൈപ്പ് എടുത്തു. 350 ഉള്ളി. നമ്മള് ഓ മൈ ഗോഡ് ഒരു ലസ്സി കുടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ലസ്സി ബാറിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ലസ്സി ഷോപ്പാണ് ലസ്സി ബാർ, ശ്രീരാജ് ലസ്സി ബാർ. അങ്ങോട്ട് പോവാണ്. നമ്മള് ലസ്സി കുടിക്കാം. റോഷിയോ ചെയ്താലോ? എൻ്റെ റഷീൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലസ്സി. ചുമ്മാ എടുത്ത് കുടിക്കും. ലസ്സി ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. ലസ്സി കുടിച്ചാൽ നല്ലൊരു എനർജി വരും. സോപ്പ് കിട്ടുന്നില്ലേ? ആ പണി ലാഗ് ചെയ്തില്ലെങ്കിൽ
ജീനയായിട്ട് സോറി ചൊല്ലു, സോറി ചൊല്ലു. കൊച്ചോടാ ജീനനെ നൈസായിട്ട് കടിച്ചിട്ട് കരയോട്. സാരമില്ല 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 സാരമില്ല. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അടുത്ത്, അവിടെ 2 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ഫുഡ് സ്ട്രീറ്റ് കൂടി ചെയ്യാം. എന്താടാ കമ്മല? നല്ല ലോങ് ആണ്, അതൊക്കെ ഉണ്ട്. എനിക്കല്ല ഹെവി വേണം. അത് 10 രൂപ 20 രൂപ. അതില് ഹായ് ക്യാമറ ഡെസ്റ്റ് ഉള്ള ഷോപ്പ് ജീറുമാണ്. അത്യാവശ്യം കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മെറൂൺ കളർ. വാവ് വാവ് വാവ്. വൈറ്റ് കളർ. ഓ മൈ ഗോഡ്. വാ. ഭയങ്കര സ്മെല്ലില്ല ഇവിടെ. എന്തൊരു ഹോസ്പിറ്റൽ മണം. നോക്ക് ഏതാ, വെറുതെല്ലൊരു ഹോസ്പിറ്റൽ മണം. അവിടെ പോയിട്ട് കണ്ടില്ല. അപ്പൊ അടുത്ത ഷോപ്പ് ഇതൊക്കെ ക്ലോസിങ് ടൈമാണ് കേട്ടോ, അതുകൊണ്ട് റഷില്ല, നമുക്ക് സമയമില്ല. അപ്പോൾ ഒരുവിധം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ബാംഗ്ലൂർ നൈറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.